ഹായ്, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമുക്ക് കൂർമ്മ അവതാരത്തെ പറ്റി മനസ്സിലാക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇന്ന് വരെ എനിക്ക് നൽകിയ സപ്പോർട്ടിനും ഷെയറിനും ലൈക്കിനും മനസ്സിൻ്റെ ഉള്ളിൽ നിന്നും നന്ദി പറയുകയാണ്. താങ്ക് യു സോ മച്ച്. കൂർമ്മ അവതാരം ഭഗവാൻ വിഷ്ണുവിൻ്റെ 10 ദശാവതാരങ്ങളിൽ രണ്ടാമത്തേതാണ്. കൂർമ്മ അവതാരം സത്യയുഗത്തിൽ പെടുന്നു. ഈ അവതാരത്തിൽ മഹാവിഷ്ണു ഭൂമിയെ നാശത്തിൽ നിന്ന് രക്ഷിക്കാൻ ഒരു ഭീകരമായ ആമയായി അവതരിച്ചു. പുരാണമനുസരിച്ച് വേദങ്ങളിലെ ദേവന്മാരുടെ രാജാവായ ഇന്ദ്രന്റെ അശ്രദ്ധ മൂലമാണ് കൂർമ്മ അവതാരത്തിന്റെ ആവിർഭാവം ഉണ്ടായത്. ഒരിക്കൽ പുരാതന മുനിയായ ദുർവാസാവ് ഇന്ദ്രന് പുഷ്പമാല നൽകി. അത് തൻ്റെ ആനയായ ഐരാവതത്തിൽ വച്ചു. ആന അത് നിലത്തെറിഞ്ഞ് തകർത്തു. കോപാകുലനായ ദുർവാസാവ് ഇന്ദ്രനെയും മറ്റ് എല്ലാ ദേവന്മാരെയും അവരുടെ ശക്തി നഷ്ടപ്പെടുമെന്ന് ശപിച്ചു. ദേവന്മാർ ദുർബലരായപ്പോൾ ഹിന്ദു ദേവാലയത്തിലെ ദുഷ്ടദേവതകളുടെ ഒരു കൂട്ടമായ അസുരന്മാർ അവരെ കീഴടക്കാൻ ശ്രമിച്ചു. ഇതുമൂലം ഒരു യുദ്ധം തുടർന്നു. ദേവന്മാർ ധീരമായി പോരാടി. പക്ഷേ അസുരന്മാരെ ജയിക്കാൻ കഴിഞ്ഞില്ല. അതിനാൽ അവർ മഹാവിഷ്ണുവിനെ സഹായിക്കാൻ അപേക്ഷിച്ചു. പാൽക്കടലിൽ ഔഷധ സസ്യങ്ങൾ ഒഴിക്കാനും മന്ദരപർവ്വതത്തെ ഒരു കോലായി ഉപയോഗിച്ച് അമൃതയുടെ അമൃതം കലർത്താനും ഭഗവാൻ വിഷ്ണു ദേവന്മാരോട് ആവശ്യപ്പെട്ടു. പക്ഷേ അവർക്ക് പർവ്വതം മുകളിലേക്ക് വലിക്കാൻ കഴിഞ്ഞില്ല. വിഷ്ണുവിൻ്റെ ഉപദേശപ്രകാരം ദേവന്മാരും അസുരന്മാരും ചേർന്ന് പാൽക്കടൽ കടത്താൻ ഒരു കരാറിൽ ഏർപ്പെട്ടു. അവർ മന്ദരപർവ്വതത്തെ വലിച്ച് ഒരു കോലായി ഉപയോഗിച്ചു. വാസുകി എന്ന സർപ്പത്തെ ചുറ്റിപ്പിടിച്ചു. വാസുകിയെ ഒരു വശത്തേക്കും പിന്നീട് മറ്റൊരു വശത്തേക്കും വലിച്ചുകൊണ്ട് ചങ്ങല കയറായി ഉപയോഗിച്ചു. ചഞ്ചലം നടന്നുകൊണ്ടിരിക്കുമ്പോൾ മന്ദരം പാൽക്കടലിൻ്റെ അടിയിലുള്ള ചെളിയിൽ മുങ്ങാൻ തുടങ്ങി. പർവ്വതം മുങ്ങാതിരിക്കാൻ താങ്ങായി വിഷ്ണു കൂർമ്മരൂപം സ്വീകരിച്ച് തൻ്റെ വിശാലമായ പുറകിൽ പർവ്വതത്തെ താങ്ങി. താങ്ക് യു സോ മച്ച്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കുക.